السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية في غير الناطقين بها تحت إشراف فهم القرآن على أيسر الطريق. ونحن اليوم في القسم الثاني من دورة الثالثة من دروس اللغة العربية لغير الناطقين بها. وأيضا نحن في نهاية هذه السلسلة. ഈ പരമ്പരയുടെ അവസാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദുറൂസ് ലുഗത്തുൽ അറബിയുടെ പരമ്പരയുടെ അവസാനത്തിലേക്ക് പോവുകയാണ്. അവസാനം നമ്മൾ 31ാമത്തെ പാഠത്തിലാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? അഹ്മദ് എന്ത് പറഞ്ഞു? അഹ്ബാൻ അഖ്റഅ വാക്യം റബ്ബി ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈത്തി മുഅ്മിനൻ. അവിടെ നിർത്തി. സൂറത്തുൽ നൗഫില ആയത്ത്. أحمد പറഞ്ഞു قال وقرأ أحمد قال أحمد أحب أن أقرأ واقفا يستعيذ ويبسمل قد يغفر لي ولوالدي ولمن دخل بيتي مؤمنا. بيتي എന്ന് പറയും. وجاءوا أباهم عشاء يبكون. ഇവിടെ ദഖല മുഅ്മിനൻ, ദഖല പ്രവേശിച്ചു, മുഅ്മിനൻ വിശ്വാസിയായ لمن دخل مؤمنا. جاءوا أباهم عشاء يبكون. جاءوا അവർ വന്നു, അബാഹും എന്തായിരുന്നു? അബാഹും അവരുടെ ഉപ്പയുടെ മേൽ മേലെന്നങ്ങനെ കിട്ടി. ജാഅയുടെ കൂടെ മഫ്ഊലും ബിഹി വന്നു കഴിഞ്ഞാൽ എന്താണ്? അടുത്ത് എന്നാർക്കും വരും. ജാഅനി എന്ന് പറഞ്ഞാൽ ജാഅയുടെ കൂടെ മഫ്ഊലും ബിഹി വന്ന ജാഅനി എന്റെ അടുത്ത്. ജാഅ അബാഹും എന്ന് പറഞ്ഞാൽ അവരുടെ അബ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? ജാഅയുടെ മഫ്ഊലും ബിഹി ആയിട്ടാണ് വന്നത്. വാപ്പയുടെ അടുക്കൽ. ജാഅയ്ക്ക് യഥാർത്ഥത്തിൽ എന്ത് വേണ്ട? മഫ്ഊലും ബിഹി വേണ്ട. പക്ഷെ ജാഅയുടെ കൂടെ മഫ്ഊലും ബിഹി വന്നാൽ ആരുടെ അടുത്ത് വന്നു എന്ന്. ജാഉ അബാഹും അവരുടെ വാപ്പയുടെ അടുക്കൽ വന്നപ്പോൾ ഇശാഅൻ സായാഹ്നത്തിൽ, വൈകുന്നേരം ഇശാ സമയത്ത്, യബ്കൂൻ അവർ വന്നു, അവരുടെ വാപ്പയുടെ അടുക്കൽ അവർ വന്നു. ഇശാഅൻ ഇശാ സമയത്ത്, യബ്കൂൻ അവരെന്ത് ചെയ്തു? കരയുന്നവരായ നിലയിൽ. യബ്കൂന് അവർ കരയുന്നവരായ നിലയിൽ. എന്താണ് ഇവിടെ? യബ്കൂന എന്നത് ഫിഅലാണ്. ഫിഅല് മുളാരിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് ഹാലായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ. ഹാലായിട്ട് വന്നു. അപ്പൊ യബ്കൂനയിൽ എന്തുണ്ട്? യബ്കൂനയുടെ അകത്ത് ഒരു സർവനാമമുണ്ട്. ആ സർവനാമം എന്ത് ചെയ്തിരിക്കുന്നു? യാഊ എന്നത് തന്നെ അവർ വന്നു എന്നാണ്. ആ അവരിലേക്ക് മടങ്ങുകയാണ്.
എന്തായിരുന്നു? ബാക്കിയെല്ലാം ഇതിന്റെ സർവനാമങ്ങളിലാണ് വരുന്നത്. സഹോദരന്മാര് അവരുടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെയും കൊണ്ട് പോയല്ലോ. സൂറത്ത് യൂസുഫിലെ അവസാനത്തെ ഭാഗം, ഒന്നാമത്തെ പേജിന്റെ രണ്ടാമത്തെ പേജിന്റെ അവസാനത്തെ വരും. എന്താണ്? മാലക്കലാത്ത യൂസുഫ്, യൂസുഫിനെ എന്തുകൊണ്ട് നമ്മളോടൊപ്പം വിടുന്നില്ലാന്ന് ചോദിച്ചു. പിന്നെ വരുന്ന എല്ലാം എന്താണ്? സർവനാമമായിട്ട് വരുന്നുള്ളൂ. അപ്പൊ വലമ്മാ ദഹബൂ ബിഹി എന്നൊക്കെ പറഞ്ഞില്ല, വലമ്മാ ദഹബൂ ബിഹി വഅജ്മഉ അൻ യജഅലൂഹു ഫീ ഗയാബത്തിൽ ജുബ്ബി, അതെല്ലാം പിന്നെ സർവനാമമായിട്ട് വരും. ഈ സർവനാമമായ ഹും ഹും ജാഊവിലുള്ള സർവനാമമാണ്. ഇപ്പൊ എന്താണ്? അതിനകത്തുള്ള ഹുമാണ് സാഹിബുൽ ഹാൽ. അവരാണ് വന്നത്. അബാഹും അവരുടെ ഇഷാൻ, ഇഷാ സമയത്ത്. യബ്കൂൻ, കരയുന്നവരായ നിലയിൽ. അപ്പൊ ഈ യബ്കൂനിൽ എന്തുണ്ട്? സർവനാമമുണ്ട്. അത് ജാഊലേക്ക് മടങ്ങുന്ന, ജാഊലുള്ള ഹുമ്മിലേക്ക് മടങ്ങുന്നതാണ്. അവർ വന്നു. അതിനും ഇതുമായിട്ട് എന്തുണ്ട്? ക്രിയയുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. നമ്മൾ അതിന്റെ വിശദീകരണം പിന്നെ പറയാം. അലം തറ ഇലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം വഹും ഉലൂഫുൻ. അലം തറ, നീ കണ്ടില്ലേ? ഇലല്ലദീന ഖറജൂ, അല്ലദീന ഖറജൂ പുറപ്പെട്ടവരെ, മിൻ ദിയാരിഹിം അവരുടെ വീട്ടിൽ നിന്ന്. അപ്പൊ ഇവിടെയും അതേപോലെ ഖറജൂവിലുണ്ട് സർവനാമമുണ്ട്. അതാണെന്ത്? സാഹിബുൽ ഹാൽ. അവരുടെ അവസ്ഥയാണ് പറയുന്നത്. ഖറജു, അവർ പോയി. അല്ലദീന ഖറജൂവിലുള്ള സർവനാമമാണ് സാഹിബുൽ ഹാൽ, ഹും. മിൻ ദിയാരിഹിം, അവരുടെ വീട്ടിൽ നിന്നും. പിന്നെ എന്ത് ചെയ്തുള്ളൂ? വഹും ഉലൂഫുൻ. അവിടെ സാഹിബുൽ ഹാലിനെ കണക്ട് ചെയ്യുന്നത് എന്താണ്? ഹും ഉലൂഫുൻ. വഹും, വാവ് ഹാല്, വാവുൽ ഹാലും പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹും ആകുന്ന സർവനാമമുണ്ട്. ആ സർവനാമം കൊണ്ട് കണക്ട് ചെയ്തിട്ടാണ് വഹും ഉലൂഫുൻ. അവരെത്ര എന്തുണ്ട്? എന്തായ നിലയിൽ? ആയിരങ്ങളായ നിലയിൽ. വഹും ഉലൂഫുൻ, അൽഫിന്റെ ബഹുവചനം ഉലൂഫുൻ. അവരായിരങ്ങളായ നിലയിലാണ് പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ ആയിരങ്ങളോളം ഉണ്ടായിരുന്നു. യുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ. യുഹിബ്ബു അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നു? അൻ യഅകുല ലഹ്മ അഖീഹി, തന്റെ സഹോദരന്റെ മാംസം ഭക്ഷിക്കാൻ. മൈതൻ, മരിച്ചവനായ നിലയിൽ. ലഹ്മ അഖീഹി മൈതൻ. ഓക്കെ. ലഹ്മ അഖീഹി, തന്റെ സഹോദരന്റെ മാംസം. ആ അഹ് എന്താണ്? മൈതൻ, മരിച്ചവനായ നിലയിൽ. അപ്പൊ അഹാണെന്ത്? സാഹിബുൽ ഹാല്. അഹ് എന്താണ്? മൈതൻ. അഹിന്റെ ഹാൽ എന്താണ്? മൈത്ത്. മൈത്ത് എന്ന് പറയുമ്പോൾ മയ്യത്തിന്റെ അതേ അർത്ഥം തന്നെയാണ്. മയ്യത്ത് എന്നും പറയാം, മൈത്ത് എന്നും പറയാം. മൈത്തത്തിന് മയ്യത്ത്, മൈത്ത്, അതെ. അല്ല, സ്ത്രീലിംഗം. അപ്പൊ മൈത്തത്തിന് വരും. എത്ര ഹദീസ് അലി, അലിയോട് പറഞ്ഞു, എത്ര ഹദീസ്, ഹദീസ് വായിക്കൂ. അലി നബി മൂസ അൽ അഷ്അരി, നബി മൂസ അൽ അഷ്അരി. അതിന് വന്നുകൊണ്ടാണ് അബൂ മൂസയുടെ, നമ്മൾ പറയുമ്പോൾ അബൂ മൂസ അൽ അഷ്അരി എന്നാ പറയാ. അതിന് വന്നുകൊണ്ട് അബിയായി, അബി മൂസ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അബിയുടെ വിശേഷണമായിട്ടാണ് അൽ അഷ്അരി വരുന്നത്. അപ്പൊ അതിനും എന്ത് ചെയ്തു? കസ് കൊടുത്തു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ മൂസ അൽ അഷ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇദാ മരിദൽ അബ്ദു ഔ സാഫറ, ഇദാ മരിദൽ അബ്ദു, ഒരു ദാസന് മരിദ എന്താണ്? അസുഖം ബാധിച്ചവനായി. അസുഖം ബാധിച്ചു, മരിദായി. ഔ സാഫറ, അല്ലെങ്കിൽ യാത്ര പുറപ്പെട്ടു, മുസാഫിറായി. കുത്തിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ. കുത്തിബ ലഹു, അദ്ദേഹത്തിന് എഴുതപ്പെട്ടു. മിസ്ലു മാ കാന യഅമലു മുഖീമൻ സഹീഹൻ. മുഖീം എന്താണ്?
താമസിക്കുന്നവൻ, നാട്ടിൽ താമസിക്കുന്നവൻ. അപ്പൊ നിങ്ങൾക്ക് ഗൾഫിലുള്ളവർക്ക് മുവാത്തിനും മുക്കീമും ഉണ്ട്. മുക്കീമും മുവാത്തിനും അനൗൺസ്മെന്റിൽ നോട്ടീസിൽ കാണാറില്ലേ? മുക്കീമും മുവാത്തിനും. മുവാത്തിന് എന്താണ്? നേറ്റീവ്. മുക്കീം വന്ന് താമസിക്കുന്നവൻ, എക്സ്പാട്രിയേറ്റ്സ്. ഇവിടെ എന്താണ്? ഇവിടെ സാഫറയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മുക്കീം പറഞ്ഞത്. മരിലൽ അബദു, ദാസന് രോഗിയായി. ഔ സാഫറ, അല്ലെങ്കിൽ യാത്രയായി. ആ സാഫറയുടെ ഓപ്പോസിറ്റ് ആണ് മുക്കീം. അപ്പൊ കുത്തിബലഹു, അദ്ദേഹത്തിന് രേഖപ്പെടുത്തപ്പെടും മിസ്ലുമാക്കാന യമനു, അവൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്താണോ അതുപോലെയുള്ളത്. മിസ്ലു, പോലെയുള്ളത്. മാക്കാന യമനു, അവൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. മുഖീമൻ, നാട്ടിലായിരിക്കുന്ന സമയത്ത്. സഹീഹൻ, സഹീഹ് എന്താ? സഹീഹ് ആരോഗ്യവൻ. മരീദിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഇതാ മരുള എന്ന് പറഞ്ഞല്ലോ. ഇതാ മരുള എന്ന് പറഞ്ഞത് ഫെയിലായിട്ടാണ് പറഞ്ഞത്. ഇവിടെ സാഫറയും ഫെയിലായിട്ട് തന്നെയാണ് പറഞ്ഞത്, യാത്രക്കാരനായി. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ്, രണ്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മരുളയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സഹീഹ് എന്ന് പറയുന്നത്. അപ്പൊ മരീദിന്റെ ഓപ്പോസിറ്റ് സഹീഹ്, ആരോഗ്യവാൻ. സിഹ എന്നാണോ വന്നിട്ടുള്ളത്? ഏത്? സിഹ എന്നാണോ വന്നിട്ടുള്ളത്? സിഹ എന്നിട്ടുള്ള വാക്കുന്നാണോ സഹീഹ്? അതോ ശിക്ഷയല്ല, സിഹ 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 വിശേഷണോ? അല്ല, സിഹ ആ ഹെൽത്ത് എന്നുള്ള. അല്ല, സെഹത്ത് എന്ന് പറയുമ്പോൾ ആരോഗ്യം. സെഹത്ത് എന്ന് പറയുമ്പം ആരോഗ്യം. സഹീഹ് എന്ന് പറയുമ്പം ആരോഗ്യവാൻ. സഹ ശരിയായി, സഹീഹായി, ആരോഗ്യവാനായി. സെഹത്തുൻ ആരോഗ്യം. സെഹത്ത്, സഹീഹ് ആരോഗ്യവാൻ. ലഈഫിന്റെ ഓപ്പോസിറ്റ് ആയിട്ടും വരും. ലഈഫ് എന്ന് പറയുന്നത് ദുർബലൻ, സഹീഹ് പ്രബലൻ. മരീദ് രോഗി, സഹീഹ് രോഗമില്ലാത്തവൻ. അതെന്നാൽ ശരിക്കും എന്താണ്? ശരിയായി എന്നല്ലേ അർത്ഥം. റവാഹുൽ ബുഖാരി. എവിടെ എന്താണ്? കാന യഅമലു മുഖീമൻ, മാ കാന യഅമലു മുഖീമൻ, അവൻ മുഖീമായ നിലയിൽ, കാന യഅമലു മുഖീമൻ. മുഖീമ എന്താണ്? ഹാലാണ്. യഅമലുവിലുള്ള ഹുവയാണ് അതിന്റെ സാഹിബുൽ ഹാൽ. യഅമലു മുഖീമൻ സഹീഹൻ. മുഖീം വന്നിട്ടുള്ള ഏത് വാക്കുന്നുണ്ട്? മുഖീം എന്ന് പറഞ്ഞാൽ അക്കാമ, അക്കാമ നിലനിർത്തി. അക്കാമ നിലനിർത്തി. അക്കാമ യഖീമു മുഖീം നിലനിർത്തുന്നവൻ. അപ്പൊ തന്നെ നിലനിർത്തുന്നവൻ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ യക്കാമത്തല്ലേ, യക്കാമ. സൗദി അറേബ്യയിൽ യക്കാമ എന്നാ പറയുന്നത്. നിങ്ങൾക്ക് എന്താണ്? ബത്താഖാണ് യുഎഇയില്. എന്തായിരുന്നാലും പിന്നെ എന്താണ്, അപ്പൊ ആ അർത്ഥത്തിലാണ് മുഖീം എന്ന് പറയുന്നത്, നാട്ടിൽ താമസിക്കുന്നവൻ. ഓരോന്നും എന്താണ് പ്രയോഗത്തിൽ അർത്ഥ വ്യത്യാസമുണ്ട്. അപ്പൊ മുവാത്തിൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്വദേശി, മുഖീം എന്ന് പറഞ്ഞാൽ വന്ന് താമസിക്കുന്നവൻ. അതാണ് എന്താ പറയാ ഇപ്പോഴുള്ള കോണ്ടംപററി യൂസേജ്. ശരിക്കും മുഖീം എന്ന് പറഞ്ഞാൽ മുസാഫിറിന്റെ ഓപ്പോസിറ്റ്. മുസാഫിർ, സാഫറ യാത്ര ചെയ്തു, മുസാഫിർ യാത്രക്കാരൻ, മുഖീം താമസിക്കുന്നവൻ, നാട്ടിൽ താമസിക്കുന്നത്. മരീദ് രോഗി, സഹീഹ് രോഗമില്ലാത്തവൻ. മുവാത്തിനാണ് അതിന്റെ മുഖീം വത്തനി എന്ന് പറയില്ലേ? വത്തനി എന്ന് പറഞ്ഞാൽ നാട്ടുകാരൻ. വത്തനും നാട്. വത്തനി എന്ന് പറഞ്ഞാൽ നാടുമായി ബന്ധപ്പെട്ടത്, നാട്ടുകാരൻ. ചില പ്രൊഡക്റ്റ് നമ്മൾ വത്തനി എന്ന് പറയും. അപ്പൊ എന്താ? അപ്പൊ നാഷണൽ എന്നർത്ഥം, നാട്ടിൽ ഉത്പാദിപ്പിച്ചത്, വത്തനി.
ഇമ്പോർട്ടർ അല്ല എന്നർത്ഥം. ഇപ്പൊ മുവാത്തിൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ മുവാത്തിൻ എന്ന് പറഞ്ഞാൽ സ്വദേശി, മുക്കീം എന്ന് പറഞ്ഞാൽ വന്ന് താമസിക്കുന്നതാണ് ശരിക്കും പ്രയോഗത്തിനർത്ഥം. നിങ്ങൾ നോട്ടീസുകളിലൊക്കെ കാണും, അനൗൺസ്മെന്റ് നോട്ടീസിലൊക്കെ മുവാത്തിനീൻ മുക്കീമീൻ എന്ന് പറയും. വന്ന് താമസിക്കുന്നവരും അല്ലെ എക്സ്പാട്രിയേറ്റ്സും നാട്ടുകാരും എന്നർത്ഥം. ശരിക്കും നാട്ടിൽ താമസിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഹദീസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. യാത്രക്കാരനല്ല, നാട്ടിൽ താമസിക്കുന്നത്. അപ്പോ യാത്രക്കാരനായാലോ അല്ലെങ്കിൽ രോഗിയായാലോ അയാൾക്ക് എന്തിന്റെ പ്രതിഫലം കിട്ടും? നാട്ടിൽ താമസിക്കുമ്പോൾ അയാൾ ചെയ്തുകൊണ്ടിരുന്നതിന്റെ പ്രതിഫലം അയാൾ യാത്രക്കാരനായിരുന്നാലും കിട്ടും, അല്ലെങ്കിൽ രോഗിയായിരുന്നാലും കിട്ടും എന്നുള്ളത്. അൽ-മുദരിസ് യഖ്റഅ അൽ-ബൈത യാ അബാബക്കർ. അൽ-ബൈത്ത് എന്ന് പറഞ്ഞാൽ ഈരടി. ഇവിടെ ബൈത്ത് വീടല്ല, പദ്യത്തിന്റെ ഈരടിക്കും ബൈത്ത് എന്ന് പറയും. പദ്യത്തിന്റെ ഈരടി. ഹത്താ മതാ അൻത ഫീ ലഹ്വിൻ വഫീ ലഇബിൻ വൽമൗതു നഹ്വക യഹ്വി ഫാത്തിഹൻ ഫാഹു. ഹത്താ മതാ അൻത ഫീ ലഹ്വിൻ വഫീ ലഇബിൻ. ഹത്താ മതാ, നീ ഏതുവരെയാണ്? ഹത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ, ഹത്ത വരെ. ഹത്താ മതാ, നീ എപ്പോൾ വരെയാണ്? അൻത നീ, ഫീ ലഹ്വിൻ ഫീ ലഅബിൻ. ലഹ്വ് എന്താ? ലഹ്വ് തമാശ, ലഅബ് കളി. കളിയിലും തമാശയിലും നീ ഏതുവരെയാണ് പോകുന്നത്? വൽ മൗതു നഹ്വക, വൽ മൗതു ലഹ്വക, നഹ്വക, മരണം നിന്റെ നേരെ വരുന്നുണ്ട്. യഹ്വി, യഹ്വി എന്ന് പറഞ്ഞാൽ എന്താ? ഹവാ യഹ്വി എന്ന് പറഞ്ഞാൽ ശരിക്കും വീണോന്നാണ്. വന്യജീവിത ഹവ എന്ന് പറയൂലേ? ഹവ, പതിച്ചു എന്നാണ്. ടു ഫാൾ എന്നാണ് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അടുത്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വീണുകൊണ്ടിരിക്കുന്നു. നെഹ്വക്ക യഹ്വി, നിന്റെ അടുക്കിലേക്ക് സമീപിച്ചുകൊണ്ടിരിക്കുന്നു. ഫാത്തിഹൻ ഫാഹു, ഫാത്തിഹൻ ഫാഹു, അതിന്റെ വാ തുറന്നുകൊണ്ട്. മരണം അതിന്റെ വാ തുറന്നുകൊണ്ട് നിന്റെ അടുക്കിലേക്ക് സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളമാണ് കളിക്കും തമാശയിലും വ്യാപൃതമായിരിക്കുന്നത്. അപ്പൊ എന്താ അർത്ഥം? നമ്മളെ സബ്ജക്ട് എന്താ? വൽ മൗതു മതാ അൻത ഫീ ലഅബിൻ വലഹ്വിൻ വൽ മൗതു നഹ്വക. വാവ് ഇവിടെ എന്താണ്? വാവുൽ ഹാലുണ്ട്. അൽ മൗതു നഹ്വക എന്ന് പറഞ്ഞ നാമവാക്യമുണ്ട്. ആ നാമവാക്യമാണ് എന്ത് ചെയ്യുന്നത്? ഹാല് നാമവാക്യത്തിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. നിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കേ എന്നറിഞ്ഞു. ഫാത്തിഹൻ ഫാഹു. പിന്നെന്താണ് ഫാത്തിഹൻ ഫാഹു എന്നത്? അതിന്റെ വാ തുറന്നുകൊണ്ട്. പിന്നെ മൗത്തിന്റെ ഹാല് പറയാണ്. മൗത്തിന്റെ ഹാൽ എന്താ? യഹ്വി. അതെന്ത് ചെയ്യുന്നു? യഹ്വി. യഹ്വിയാണ് ശരിക്കും ഹാല്. യഹ്വിയിലുള്ള ഹുവയാണ് സാഹിബുൽ ഹാല്. മൗത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ മൗത്ത് എന്താണ്? ഫാത്തിഹൻ ഫാഹു, അതിന്റെ വാ തുടങ്ങിയ നിലയിലാണ്. അതാണ് ഹാല്, ഫാത്തിഹൻ. ഫാഹു എന്ന് പറഞ്ഞത് അതിന്റെ വായ. അതിന്റെ വിശദീകരണം ഇനി വരും. അതിന്റെ പിന്നെ ഹാലും സാഹിബ് ഹാലും ഒക്കെ ആയിട്ടുള്ളതുണ്ട്. ഇർനുൽ ജറസു വയഖ്റുജുൽ മുദരിസു ഖായിലൻ. അപ്പൊ എറിഞ്ഞുൽ ജറസു, ബെല്ലടിക്കുന്നു. വയഖ്റുജുൽ മുദരിസു, മുദരിസ് പുറപ്പെടുന്നു. ഖായിലൻ, പറഞ്ഞുകൊണ്ട്. എന്താ മുദരിസ്? എന്താണ്? സാഹിബുൽ ഹാലായി, ഖായിലൻ ഹാലായി. വഫഖകുമുല്ലാഹു, അള്ളാഹു വഫഖ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ തൗഫീഖ് ചെയ്യട്ടെ.
വഫഖ അനുഗുണമായി ഭവിക്കട്ടെ എന്നാണ്. വഫഖല്ലാഹു, അപ്പൊ അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം നല്ലത് വരുത്തട്ടെ എന്ന അർത്ഥത്തിലാണ് വഫഖക്കുമുല്ലാഹു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് നിരുപാധികമാണ് പറഞ്ഞേക്കുന്നത്. വഫഖക്കുമുല്ലാഹ്, അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് നിരുപാധികം പറയുമ്പോൾ അള്ളാഹു നിനക്ക് നന്മ വരാൻ തൗഫീഖ് ചെയ്യട്ടെ. വാഫക്ക എന്ന് പറഞ്ഞാൽ എന്താ? യോജിച്ചു വന്നു. വഫഖ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നന്മയ്ക്ക് അനുഗുണമായി ഭവിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനിയാണ് നമ്മൾ തംരീനിലേക്ക് പോകുന്നത്. ലിമാദാ കാന അഹ്മദ് മുതഅബൻ. മുതഅബ് എന്തായിരുന്നു പറഞ്ഞത്? തഅബ ക്ഷീണിച്ചു. മുതഅബ് ക്ഷീണിക്കപ്പെട്ടവൻ, ക്ഷീണിതൻ. എന്തായിരുന്നു അഹമ്മദ് ക്ഷീണിതനായത്? റന്നൽ ജർസ. അല്ലല്ലല്ല, ബെല്ലിറങ്ങിയതുമായിട്ട് ബന്ധമല്ല. وجاء مسافرا مسارعا مسرعا. അവിടെ എയർപോർട്ടിലെങ്ങാണ്ട് വരുമെന്ന് പറഞ്ഞില്ലേ? രണ്ടാമത്തെ വരിയില്ല, ഫസ്റ്റ്. സമയത്ത് റനീനൽ ജറസ വാന ഫി ഉർഫതി ഫജിഅതു മുസ്രിയാൻ. മുജിഅതു മുസ്രിയാൻ. അപ്പൊ ധൃതിയിൽ വന്നത് കൊണ്ടാണെന്ത്? കാന മുതഅബൻ. ധൃതിയിൽ വന്നു. ജാഅ മുസ്രിയാൻ. الثاني لما خرج سمير؟ സമീറിന്റെ വാച്ച് എന്താ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞില്ലേ? وخرج يبحث عنها. الثالث من الذي يقرأ البيت؟ അവസാനം പറഞ്ഞത് هو أبو بكر. الثاني ഇനി അങ്ങോട്ട് نقطة ثانية. രണ്ടാമത്തെ പോയിന്റ് ജഅതു മുസ്രിഅൻ. ഹുന മുസ്രിഅൻ എന്താണ്? ഹാലാണ്. ജഅതു മുസ്രിഅൻ. അപ്പൊ എന്താണ്? വൽ ഹാലു വസ്ഫുൻ ഫദിലത്തുൻ. അതെന്താണ്? അത് അഡീഷണൽ ആയിട്ടുള്ള ഒരു വിശേഷണമാണ്. ഫദിലത്തുൻ യുസ്കറു. ഫദിലത്തുൻ അതിനുള്ള ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. യുസ്കറു ലിബയാനി ഹൈഅത്തി സാഹിബിഹി. ഹൈഅത്ത് എന്താ? ഹാവഭാവം, രൂപം. സാഹിബിഹി അതിന്റെ സാഹിബിന്റെ രൂപം അല്ലെങ്കിൽ ഹാവഭാവം എന്ന മലയാളത്തിൽ നമ്മൾ പറയുന്നത്. ഹൈഅത്ത് വിശദീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അഡീഷണൽ ഇൻഫർമേഷൻ. ഫദിലത്ത്. ജാഅ ഹാമിദുൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ്? സെന്റൻസ് പൂർണ്ണമായല്ലോ. പിന്നെ വരുന്ന അയാൾ എങ്ങനെയാണ് വന്നതെന്നുള്ള ഒരു വിശദീകരണം കൊടുക്കുന്നതിനാണ് ഹാല് പറയുന്നത്. അതായത് ഒഴിവാക്കാവുന്ന ഒരു അവസ്ഥയാണ് ഫദിലത്ത് എന്ന് പറയുന്നത്. സെന്റൻസിൽ ഒഴിവാക്കാവുന്ന ഒരു അവസ്ഥയാണ്. ഹാമിദുൻ എന്ന് പറയുമ്പോൾ ഒരു സെന്റൻസ് ആവുന്നില്ല. അതിനെന്ത് വേണം? ജാ എന്ന് പറയുമ്പോൾ ഒരു സെന്റൻസ് ആവുന്നില്ല, ഒരു ക്രിയ മാത്രമേ ആയുള്ളൂ. അപ്പൊ അതിനെന്ത് ചെയ്യണം? കർത്താവ് പറയണം. കർത്താവ് എന്താണ്? അതിന് അനിവാര്യമാണ്. അതേസമയം റാക്കിബൻ എന്നത് എന്താണ്? അത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്.
അത് ഹാല് എന്ന് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. അതിന്റെ സാഹിബുൽ ഹാൽ എന്ന് പറയുന്നതിനുണ്ട്. സാഹിബുൽ ഹാലിനെ കുറിച്ചുള്ള എന്താണ് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഹാല്. ഹാമിദ് വന്നു റാക്കിബൻ ദറാജതഹു, അയാളുടെ സൈക്കിളിൽ കയറിക്കൊണ്ട് വന്നു. റാക്കിബൻ സയ്യാറതഹു ദറാജതഹു. ഇഷ്തറൈതു ദജാജത മദ്ബൂഹതൻ, നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് കേട്ടോ, പറഞ്ഞതുപോലുള്ള ഉദാഹരണങ്ങളാണ്. ഇഷ്തറൈതു ദജാജത, ഞാൻ ദജാജ വാങ്ങി. മദ്ബൂഹതൻ എന്താണ്? അറുക്കപ്പെട്ടതായ നിലയിൽ, അറുത്ത കോഴിയെ വാങ്ങി. മലയാളത്തിൽ പറഞ്ഞാൽ അറുത്ത കോഴി എന്നാണ്. ശരിക്കും മദ്ബൂഹത്ത് എന്ന് പറയുമ്പോൾ അറുക്കപ്പെട്ടതാണ്. നമ്മൾ മലയാളത്തിൽ ചില വാക്കുകൾ എന്ത് ചെയ്യാറില്ല, കാർമ്മമായിട്ട് ഉപയോഗിക്കാറില്ല. പൂ പറിച്ചു, പൂവിനെ പറിച്ചു എന്ന് പറയുന്നതിന് അവനെ പൂ പറിച്ചു എന്നാ പറയുക. കാരണം തിരിച്ച് സംഭവിക്കാറില്ല. അറുത്ത കോഴി എന്ന് പറഞ്ഞാൽ കോഴി അല്ല അറുത്തത്, കോഴി അറക്കൂലല്ലോ. അതുകൊണ്ട് അറുത്ത കോഴി ഞാൻ വാങ്ങി. മദ്ബൂഹത്തൻ. അപ്പൊ എന്താണ്? ദജാജത്ത് സാഹിബുൽ ഹാലാണ്, മദ്ബൂഹത്ത് ഹാലാണ്, മദ്ബൂഹത്തൻ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഹാമിദുൻ, കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാണ്, പിന്നെ അങ്ങോട്ട് പറയും അത്. ഹാമിദുൻ എന്നത് എന്താണ്? മുദക്കറാണ്. അതേപോലെ മുഫ്രദാണ്, ഏകവചനമാണ്. മാസ്കുലിനാണ്. അപ്പൊ റാക്കിബ് എന്താണ്? അതിന്റെ ഹാല് പറഞ്ഞപ്പോഴും എന്താണ്? അത് സാഹിബുൽ ഹാലിന്റെ എണ്ണത്തിനും ജെൻഡറിനും അനുഗുണമായിരിക്കണം, യോജിച്ചതായിരിക്കണം. ഹാമിദ് ഏകവചനമാണ്, റാക്കിബ് ഏകവചനമാണ്. ഹാമിദ് പുല്ലിംഗമാണ്, റാക്കിബ് പുല്ലിംഗമാണ്. അതേസമയം ദജാജത്ത് വന്നപ്പോഴോ, ദജാജത്ത് സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് മദ്ബൂഹത്തൻ എന്ന് പറഞ്ഞു, സ്ത്രീലിംഗമായിട്ട് പറഞ്ഞു. അതാ ഉസ്താദുന ദാഖിലൻ ലിൽ ഫസ്ല. ഉസ്താദ് എന്താണ്? ദാഖിലനിൽ ഫസ്ല. എന്താണ്? പിന്നെ ക്ലാസ്സിൽ കയറുന്നവനായ നിലയിലുള്ളതാണ് നമ്മുടെ ഉസ്താദ്. അപ്പൊ എന്താ? ഉസ്താദ് പുല്ലിംഗമാണ്, അതേപോലെ ദാഖിലിന് പുല്ലിംഗമാണ്. ഉസ്താദ് ഏകവചനമാണ്, ദാഖിലിന് ഏകവചനമാണ്. ഇനി വസാഹിബുൽ ഹാലി, ആരെ കുറിച്ചാണോ പറയുന്നത് അയാള്, ഇമ്മ ഫാഇലുൻ, അതൊരു കർത്താവായിരിക്കാം. യാ ഹാമിദുൻ എന്ന് പറഞ്ഞപ്പോ എന്താണ്? ഹാമിദ് കർത്താവാണ്. നഹബ ഖറജത്തുല്ലാബു മിൻ ഖാഅത്തിൽ ഇംതിഹാനി മസ്റൂഈന. അപ്പൊ ഖറജത്തുല്ലാബു എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തുല്ലാബു ഫാഇലാണ്, ഖറജയുടെ ഫാഇലാണ്. ഖറജ പുറപ്പെട്ടു, അത്തുല്ലാബു സ്റ്റുഡൻസ്. മിൻ ഖാഅത്തിൽ ഇംതിഹാൻ, ഖാഅത്ത് എന്താണ്? ഹാൾ. ഖാഅത്തിൽ ഇംതിഹാൻ എക്സാമിനേഷൻ ഹാളിൽ നിന്നും ഖറജത്തുല്ലാബു സ്റ്റുഡൻസ് പുറപ്പെട്ടു. മസ്റൂഈൻ അല്ല, മസ്റൂരീൻ. മസ്റൂർ എന്താണ്? സന്തോഷവാൻ. മസ്റൂർ സന്തോഷവാൻ. അപ്പൊ തുല്ലാബ് ബഹുജനമായതുകൊണ്ട് എന്ത് ചെയ്തു? മസ്റൂരീന എന്നത് ബഹുജനമായി. തുല്ലാബ് പുല്ലിംഗമാണ്, അതുകൊണ്ട് മസ്റൂരീന പുല്ലിംഗവുമാണ്. ഇപ്പൊ ജെൻഡറും ഇതും യോജിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതാണ് ഇമ്മാ ഫാഇൽ, ഒന്നുകിൽ ഫാഇലായിരിക്കാം, ഖറജത്തുല്ലാബ് പോലെ. അപ്പൊ തുല്ലാബ് ഫാഇലാണ്, മസ്റൂരീന അതിന്റെ എന്താണ്? ഹാലാണ്. നാഇബു ഫാഇലിൻ, അല്ലെങ്കിൽ എന്താകാം? നാഇബ് ഫാഇലാകാം. നാഇബ് ഫാഇൽ എന്താ? പ്രതിനിധി. എന്താ? മജ്ഹൂല്. ഫാഇൽ മജ്ഹൂലാണെങ്കിൽ ഫാഇലായിരിക്കുമല്ല ഉണ്ടാകുന്നത്, നാഇബുൽ ഫാഇലായിരിക്കും ഉണ്ടാകുക. യുഅ്കലുൽ ലഹ്മു,
അത് ഇറച്ചി തിന്നപ്പെടുന്നു, ഉം. ഇറച്ചി തിന്നപ്പെടുന്നു. യുഅ്കലു അല്ലഹ്മു. അപ്പൊ ലഹ്മ് എന്താണ്? നായിബുൽ ഫായിലാണ്. നായിബുൽ ഫായില്. ലാബിന് റഫ് ആണ്, നായിബുൽ ഫായിലിന് നഫ് ആണ്. ഫായിലിന് നായിബുൽ ഫായിലിന് റഫ് തന്നെയാണ് അടയാളം. അതായത് ഫായിലായിരുന്നാലും നായിബുൽ ഫായിലായിരുന്നാലും റഫ് തന്നെയാണ് അടയാളം. ഫായിൽ വരുമ്പോഴത്തേക്ക് ക്രിയ എന്താണ്? പിന്നെ ആക്റ്റീവ് വോയിസ് ആയിരിക്കും. നായിബുൽ ഫായിൽ വരുമ്പോൾ ക്രിയ പാസീവ് വോയിസ് ആയിരിക്കും. ഖറജ പുറപ്പെട്ടു, ആക്റ്റീവ് വോയിസ് ആണ്. തുല്ലാബു, ഖറജ തുല്ലാബു. യുഅ്കലു എന്ന് പറയുന്നത് എന്താണ്? മജ്ഹൂലാണ്, പാസീവ് വോയിസ് ആണ്. യുഅ്കലു തിന്നപ്പെടുന്നു, അല്ലഹ്മു ഇറച്ചി, മത്ബൂഹൻ എന്നിട്ട് അതിന്റെ ഹാല് പറഞ്ഞു, മത്ബൂഹൻ. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. അല്ലഹ്മു പുല്ലിംഗമാണ്, മത്ബൂഹ് പുല്ലിംഗമാണ്. അതേപോലെ ലഹ്മ് ഏകവചനമാണ്, മത്ബൂഹ് ഏകവചനമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ വിഷയം സാഹിബുൽ ഹാൽ ഇമ്മ ഫായിലുൻ വ ഇമ്മ നായിബുൽ ഫായിൽ. നായിബ് ഫായിൽ ഒന്നുകിൽ ഫായിലാകാം അല്ലെങ്കിൽ നായിബ് ഫായിലാകാം. അതിന്റെ ഉദാഹരണം പറഞ്ഞു. വ ഇമ്മ മഫ്ഊലുൻ ബിഹി, അല്ലെങ്കിൽ എന്താകാം? മഫ്ഊലുൻ ബിഹി ആകാം. നഹ്വ ഇഷ്തറൈതു, ഞാൻ വാങ്ങി. എന്തിനെ വാങ്ങി? അൽ കിതാബ, കിതാബിനെ വാങ്ങി. കിതാബിനെ വാങ്ങി, ഞാൻ കിതാബിനെ വാങ്ങി. അപ്പൊ എന്താണ്? കിതാബ് മഫ്ഊലുൻ ബിഹിയാണ്. ആ മഫ്ഊലുൻ ബിഹിയിലാണ് ഹാല് പറയുന്നത്. മുജല്ലദൻ, എന്ത്? ജുസ് ആക്കപ്പെട്ടത് കേട്ടാ, അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യപ്പെട്ടത് എന്ന് പറയാം. തജ്രീദ് എന്ന് പറഞ്ഞാൽ ബൈൻഡ് ചെയ്തത്. അതല്ലെങ്കിൽ ജുസുകൾക്കും പറയാൽ മുജല്ലദുൽ അവ്വൽ എന്ന് പറയും, അല്ല മുജല്ലദ് സാനി എന്ന് പറയും. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്. അല്ലെങ്കിൽ ജിൽദ് ആക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ, ജിൽദ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ജിൽദ് തോലാണ്, തോല്. ഖാലു ലി ജുലൂദിഹിം ശഹദത്ത് അലൈഹിം സമഉഹും അബ്സാറുഹും വജുലൂദുഹും. എന്താ ജിൽദ്? തോലാണ്, സ്കിൻ. മുമ്പൊക്കെ എന്താണ്? തോല് വെച്ചാണ് ബൈൻഡ് ഉണ്ടാക്കിയിരുന്നത്. ഈ ഹാർഡ് ബോർഡൊക്കെ വരുന്നതിന് മുമ്പ് തോല് വെച്ചായിരുന്നു ബൈൻഡ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഹാർഡ് ബോർഡ് വന്നു. ഇപ്പൊ ഹാർഡ് ബോർഡ് അല്ലാത്ത എന്താണ്? പേപ്പർ, കട്ടിയുള്ള പേപ്പറാണ് ഇപ്പൊ വരുന്നത്. എല്ലാത്തിനും മുജല്ലദ് തന്നെയാണ് പറയുക. ബൈൻഡ് ചെയ്യപ്പെട്ടതും എന്ന അർത്ഥത്തിലും അല്ലെങ്കിൽ പാർട്ട് ആക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലും പറയാം. മുജല്ലദ് ഇവിടെ വൊക്കാബുലറി കൊടുത്തിട്ടുണ്ടോ? മുജല്ലദ് സംസാരിക്കല്ലേ? ഓക്കെ. അപ്പൊ എന്താണ്? കിതാബ് മഫ്ഊലുൻ ബിഹിയാണ്. മഫ്ഊലുൻ ബിഹിയുടെ ഹാലാണ് മുജല്ലദ് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞു അതിന്റെ ജെൻഡറും നമ്പറും കൂടെ ചെക്ക് ചെയ്യാൻ. ജെൻഡർ കിതാബ് മസ്കുലിനാണ്, മുജല്ലദും മസ്കുലിനാണ്. എന്റെ നമ്പർ ഏകവചനമാണ്, ഇത് മുജല്ലദും ഏകവചനമാണ്. മൂന്നാമത് പറഞ്ഞത് അതെന്താണ്? ഒന്നിൽ ഫായിലാകാം, നായിബ് ഫായിലാകാം. പിന്നീട് വൈമ മഫ്ഊലുൻ ബിഹി, മഫ്ഊൽ ബിഹി ആകാം. അതിന്റെ ഉദാഹരണം വൈമ ഖബർ, അല്ലെങ്കിൽ എന്താകാം? ഖബറുമാകാം. മുബത്തദയും ഖബറും ആകുമ്പോഴത്തേക്ക് ഖബറുമാകാം. ആദൽ ഹിലാലു വാരിഅൻ. ആദൽ ഹിലാലു എന്ന് പറഞ്ഞാൽ ഈ ഹിലാല് വാരിഅൻ ഉദിച്ചതായ നിലയിലാണ്. ഹിലാൽ എന്താണ്? ക്രസന്റ്. ക്രസന്റ് മലയാളത്തിൽ എന്താ പറയും? ബാലേന്ദ്രൻ, ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ട് മനസ്സിലായില്ല. ചന്ദ്രന്റെ ബാലൻ, ചന്ദ്രന്റെ ബാലൻ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പെറ.
പിറ, റമദാൻ മാസപ്പിറവി എന്നൊക്കെ പറയില്ലേ? പിറ. ആ പിറകണ്ട് 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 എന്ന് പറയുമല്ലോ. ആ ആ ഹിലാല്, അതാണ് ഹിലാല്. അതെന്താ മലയാളത്തിൽ പറയല് നമ്മുടെ നാട്ടില്? ചന്ദ്രപ്പിറവി ആണോ? ഇതിലെ പിറവി എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ് പറയാ, വെർബലായിട്ടുള്ള യൂസ് ചെയ്യല്ലേ? മാസം മാസം കണ്ട് ചന്ദ്രമാസം. മാസം. മാസം എന്നൊക്കെ പറയും. മാസം എന്ന് പറഞ്ഞാൽ ഷെഹറല്ലേ? പിറ എന്നാണ് പറയല് ശരിക്ക്. ബാലചന്ദ്രൻ. പിറവി. ആ, ഹിലാല് ശരിക്ക് ഖമറാണ് ചന്ദ്രൻ. ഖമർ എന്ന് പറയുമ്പോൾ അതിന്റെ അസ്തിത്വത്തെ, അതിന്റെ ഐഡന്റിറ്റി ഉദ്ദേശിച്ചാണ് ഖമർ എന്ന് പറയുന്നത്. അത് ആ വസ്തു എന്താണ് സംഭവം, അത് ഖമറാണ്. അതിന്റെ അവസ്ഥ വെച്ചുകൊണ്ടാണ് അതിന് ഹിലാൽ എന്ന് പേര് കൊടുക്കുന്നത്. പിറയായിട്ട് ഒന്നാമത്തെ ദിവസം കാണുന്നത് ഹിലാല്. അപ്പൊ ആ ഇളം ഖമർ, അതിനാണ് ബാലചന്ദ്രൻ, അതിനാണ് ഹിലാൽ എന്ന് പറയുന്നത്. താലിയാൻ, ഉദിച്ചതായ നിലയിൽ, അതായത് ഹിലാല് ആണ്. അപ്പൊ എന്താണ്, ആദാ മുബ്തദയും അൽ ഹിലാല് ഖബറുമായിട്ടാണ്. ഇന്ന മുബ്തദഉൻ, അല്ലെങ്കിൽ എന്താകാം, മുബ്തദയും ആകാം. നഹ്വ് ദഖൽതു അലൽ മുദീരി, ദഖൽതു അലൽ മുദീരി, ഞാൻ മുദിറിന്റെ അടുക്കലേക്ക് പ്രവേശിച്ചു. മുദീറിന്റെ അടുക്കലേക്ക്. ദഖലയുടെ കൂടെ അല വന്ന, ആരുടെ അടുത്ത് പ്രവേശിച്ചു എന്ന് പറയുന്നതിനടുത്ത് അല ഉപയോഗിച്ചിട്ടാവില്ല. ജാഅയാണെങ്കിൽ അതൊന്നും വേണ്ട. ജാഅയാണെങ്കിൽ മഫ്ഊൽ ബിഹി ആയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. ജാഉ അബാഹും എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവിടെ അബാഹും, ജാഉ അബാഹും, അല്ലെങ്കിൽ ജാഅനി എന്ന് പറഞ്ഞാൽ എന്റെ അടുക്കൽ വന്നു. അല്ലെങ്കിൽ ദഖല വരുമ്പോഴത്തേക്കും ദഖൽതു അലൽ മുദീർ, ഞാൻ ഹെഡ്മാസ്റ്ററിന്റെ അടുക്കൽ പ്രവേശിച്ചു. വഇൻദഹു മുദർരിസുന, അപ്പൊ എന്താണ്, ഇൻദഹു മുദർരിസുന, ഞങ്ങളുടെ അടുക്കൽ, അല്ല അദ്ദേഹത്തിന്റെ അടുക്കൽ ആരുണ്ടായിരുന്നു? നമ്മുടെ അധ്യാപകരുണ്ടായിരുന്നു. ജാലിസൻ, ഇരിക്കുന്നവനായ നിലയിൽ. അപ്പൊ എന്താ, മുദർരിസ് മുബത്തദയാണ്, ഇന്ദ ഖബറാണ്. ഇന്ദ ഖബറാണ്. ഖബർ മുന്തിച്ചു. അതെന്താണ്, അതിന്റെ കാരണം വേറെ ഉണ്ട്. അത് നമ്മൾ കാരണം പഠിച്ചിട്ടില്ല, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. മുദർരിസിന് അങ്ങനെ നമ്മുടെ അധ്യാപകൻ അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ജാലിസൻ, ഇരിക്കുന്നവനായ നിലയിൽ. ഓക്കെ. അപ്പൊ ഇവിടെ വാവുൽ ഹാലുണ്ട്. അത് നമ്മൾ പിന്നീട് പറയും വാവുൽ ഹാൽ എന്തിനാ വന്നു. വഇൻദഹു മുദർരിസുന ജാലിസൻ. അപ്പൊ ഇവിടെ നമ്മുടെ വിഷയം എന്താണ്? ഇവിടെ മുബത്തദാണ്, മുദർരിസ് മുബത്തദയാണ്. അപ്പോ ഇരിക്കുന്നവനായ നിലയിൽ, അതിന്റെ ഹാലാണ് എന്ത്, ജാലിസൻ. അപ്പൊ ഇത്രയും പറഞ്ഞല്ലോ. അപ്പൊ എന്തൊക്കെയാകാം? സാഹിബുൽ ഹാൽ ഏതുമാകാം. സാഹിബുൽ ഹാൽ ഏതുമാകാം. ഫായിലാകാം, ഫായിലാകാം, നായിബുൽ ഫായിലാകാം, മുബത്തദയാകാം, ഖബറാകാം. ഏതുമാകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 4 പ്രധാന ഘടകങ്ങളാണ് പറഞ്ഞത്. 4 പ്രധാന ഘടകങ്ങൾ. ഫായിൽ, ഒന്ന് ഫായിൽ, രണ്ടാമത്തെ മഫൂല്, പിന്നെ മുബത്തദ, ഖബർ. ഈ 4 ഏതെങ്കിലും ഒന്നാകാം എന്നാണ് പറഞ്ഞത്. ഫായിലിന് പകരം നായിബുൽ ഫായിലും വരും, അതുമാകാം. അൽ അസ്ലു ഫീ സാഹിബിൽ ഹാലി അൻ യകൂന മഅരിഫതൻ. സാഹിബുൽ ഹാൽ എന്തായിരിക്കണം? മഅരിഫയാകാം, സ്പെസിഫിക് നൗൺ ആയിരിക്കണം സാഹിബുൽ ഹാൽ. മഅരിഫയായിരിക്കണം, നെക്കിനാകാൻ പാടില്ല, അറിയപ്പെടാത്ത നാമം ആകാൻ പാടില്ല. പിന്നെ എന്ത് പറഞ്ഞു? അൽ അസ്ലു എന്ന് പറഞ്ഞ എന്താ? നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ബേസിക്കലി അതാണ് അതിന്റെ അവസ്ഥ. അടിസ്ഥാനപരമായും സാഹിബുൽ ഹാല് എന്താകണം? മഅരിഫയാകണം. വഖദ് യകൂനു നകിറതൻ, ഖദ് യകൂനു, ഖദിന് ശേഷം പ്രസന്റ് ടെൻസ് വന്നാൽ എന്തായിരിക്കും? മുന്നാരി വന്നാല്
ചിലപ്പോൾ. കേട്ടാ, അതിനുശേഷം മാളി വന്നാലാണ് ഉറപ്പിച്ച് പറയുക. അതിനുശേഷം മുലാരി വന്നാൽ ചിലപ്പോൾ. വഖദ് യകൂനു നക്കിറത്തൻ, ചിലപ്പോൾ നക്കിറയുമാകാം. ഇന്ദ വുജൂദി മുസവ്വിഗിൻ, ഇന്ദ വുജൂദി മുസവ്വിഗിൻ, അതിനെ വിശദീകരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ. മുസവ്വിഗിൻ എന്താ പറഞ്ഞത്? ജസ്റ്റിഫയിങ് ഫാക്ടർ, അതിനെ ന്യായീകരിക്കുന്ന എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ, ന്യായീകരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ. വഹവ അഹദു ഉമൂരിനി അർബഅത്തിൻ, ഉമൂരിൻ അർബഅത്തിൻ, എന്താ ഉമൂരിൻ അർബഅത്തിൻ? എന്താണ് ജസ്റ്റിഫയിങ് ഫാക്ടേഴ്സ്? വഹവ അഹദു ഉമൂരിൻ അർബഅത്തിൻ, 4 കാര്യങ്ങളാണെന്ത്? നക്കിറയായിട്ട് വരാനുള്ള ന്യായീകരണങ്ങൾ. എന്തൊക്കെയാണ്? അൻ തഖദ്ദമ അലൈഹിൽ ഹാലു, നക്കിറായി വന്നാൽ എന്ത് വരും? ഹാല് നേരത്തെ വരും. തഖദ്ദമ, മുന്തിച്ചു, മുന്തി വന്നു. തഖദ്ദമ, ഖദ്ദമ മുന്തിച്ചു, തഖദ്ദമ മുൻകൂട്ടി വന്നു. അൻത തഖദ്ദമ, അതെന്ത്? മുൻകൂട്ടി വരിക. അലൈഹിൽ ഹാല്, അപ്പൊ സാഹിബുൽ ഹാലിന്റെ മുമ്പേ ഹാല് വരും. നഹ്വ് ജാഅനി സായിലൻ താലിബുൻ, അപ്പൊ ജാഅനിയുടെ കൂടെ താലിബാണ് ചോദിച്ചുകൊണ്ട് വന്നത്. ജാഅനി എന്റെ അടുക്കൽ വന്നു. ആര്? താലിബാണ് വന്നത്. താലിബ് എങ്ങനെ വന്നു? ചോദിക്കുന്നവനായ നിലയിൽ വന്നു. അപ്പൊ ഹാൽ എന്ത് ചെയ്തു? ഹാല് മുമ്പേ വന്നു. ഹാല് മുമ്പേ വന്നു. അപ്പൊ ഹാല് മുമ്പേ വരാൻ കാര്യം എന്താ? സാഹിബുൽ ഹാലിനേക്കാൾ മുമ്പേ വരാൻ കാര്യം എന്താ? താലിബ് എന്തായതുകൊണ്ട്? നക്കിറയായതുകൊണ്ട്. അത്താലിബ് എന്നല്ല പറയുക. അത്താലിബ് എന്നല്ല പറഞ്ഞു, താലിബിൻ എന്നാ പറഞ്ഞു. അതുകൊണ്ട് ജാഅനി സെയ്ദുൻ സായിലൻ എന്ന് പറയാം. എന്താ? സെയ്ദ് പ്രോപ്പർ നൗണാണ്, അതുകൊണ്ട് മഅരിഫയാണ്. അതേസമയം ജാഅനി താലിബുൻ സായിലൻ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതെന്താണ്? അതാണ് ബേസിക് പ്രിൻസിപ്പിൾ. സാധാരണഗതിയിൽ സാധാരണ നിയമം അനുസരിച്ച്, ഘടന അനുസരിച്ച് നക്കിറയായി വരിക. അതായത് മഅരിഫയാകണം. നക്കിറയാണെങ്കിൽ എന്ത് ചെയ്യും? നക്കിറയാണെങ്കിൽ ഹാല് മുമ്പേ വരും. അതാണ് സാധാരണഗതി. അസ്സാനി, ഉദാഹരണം, രണ്ടാമത്തെ ഉദാഹരണം. രണ്ടാമത്തെ സംഗതി എന്താ? ന്യായീകരണങ്ങളാണ്. ഒന്ന് തഖദ്ദമ അലൈഹിൽ ഹാല്. രണ്ടെന്താണ്? അൻ യുഖസ്സസ ബിവസ്ഫിൻ ഔ ഇളാഫത്തിൻ. യുഖസ്സസ, അതിനെന്ത് ചെയ്യുക? സ്പെഷ്യലൈസ് ചെയ്യുക. ഖസ്സസ, വേറെ ഖുസൂസില്ലേ? പ്രൈവറ്റ്. അതിനെന്ത് ചെയ്യുക? പ്രത്യേകിച്ച് എടുത്ത് പറയുക. ബിവസ്ഫിൻ ഔ ഇളാഫത്തിൻ, ഒന്നുകിൽ വിശേഷണം കൊണ്ടോ അല്ലെങ്കിൽ ഇളാഫത്ത് കൊണ്ടോ സവിശേഷമാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എന്താകാം? നക്കിറയാകാം. സാഹിബുൽ ഹാല് നക്കിറയാകാം. നഹ്വ് ജാഅനി താലിബുൻ, എന്താണ്? നക്കിറയാണ്. ജാഅനി താലിബുൻ, ഒരു സ്റ്റുഡന്റ് എന്റെ അടുക്കൽ വന്നു. മുവാലിബുൻ, ജാഅനി താലിബുൻ മുവാലിബുൻ, താലിബുൻ മുവാലിബുൻ. അപ്പൊ മുവാലിബുൻ എന്ന് പറഞ്ഞ എന്താണ്? അതിന്റെ മുവാലിബ് എന്താ? സ്ഥിരമായി വരുന്നവൻ.
സ്ഥിരമായി അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ്. താലിബുൻ മുവാലിബുൻ റെഗുലർ സ്റ്റുഡന്റ് ആണ്. പതിവായി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാണ് മുവാലിബ് എന്ന്. ടു ബി റെഗുലർ, അറ്റൻഡിങ് റെഗുലർലി. അതിന്റെ വൊക്കാബുലറി കംപ്ലീറ്റ് ചെയ്യാൻ അയച്ചെന്നില്ല, പുസ്തകത്തിന്റെ കംപ്ലീറ്റ് നോക്കിയോ? കാരണം ഞാൻ പിന്നെ അത് എന്റെ ലോക്ക് മാറ്റിയിട്ട് മൊത്തം കോപ്പി എടുത്തു. താലിബുൻ മുവാലിബുൻ. അപ്പൊ എന്തായി? താലിബ് നെക്കിറയായിട്ട് സാഹിബുൽ ഹാൽ വന്നു. അപ്പൊ ജാനി താലിബുൻ മുവാലിബുൻ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന്റെ അടുക്കൽ വന്നു. മുസ്തഅദിനൻ ഫിൽ ഖുറൂജി, പുറത്തു പോകാൻ അനുവാദം ചോദിച്ചുകൊണ്ട്. മുസ്തഅദൻ അനുവാദം. നേരത്തെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇസ്താദിന അനുവാദം ചോദിച്ചു. അനുവാദം കൊടുത്തു എന്നുള്ളതിന് എന്താ പറയാ? അനുവാദം കൊടുത്തു. അതിന് അനുമതി നൽകി. ഇസ്താദിന നേരത്തെ വന്നിട്ടുണ്ട്. ഇസ്താദിനയുടെ കർത്താവാണ് മുസ്തഅദിനൻ, അനുവാദം ചോദിക്കുന്നവനായ നിലയിലുമാണ്. ഇപ്പൊ എന്താണ് ഇവിടെ? ജാനി താലിബൻ എന്ന് പറഞ്ഞ താലിബ് നെക്കിറയായിട്ട് വന്നു. കാരണം അതിന്റെ വിശേഷണമായി മുവാലിബിൻ വന്നുകൊണ്ട്. അപ്പൊ വസുഫിൻ, ആ വസുഫിന്റെ ഉദാഹരണമാണ്. എന്റെ അടുക്കൽ ഒരു ഡോക്ടർ വന്നു. എങ്ങനെയുള്ള ഡോക്ടറാണ്? തബീബുൻ എന്ന് പറഞ്ഞില്ല കേട്ടോ. തബീബു അസ്നാനിൻ. തബീബു അസ്നാൻ എന്താ ഡോക്ടറെ? ഡെന്റൽ ഡോക്ടർ. അത് തന്നെ, ഡെന്റൽ ഡോക്ടർ. ഡെന്റിസ്റ്റ് നമ്മൾ ഒറ്റവാക്കി പറഞ്ഞു. ശരിക്ക് പിന്നെ അറബിയിൽ വേറെ വാക്കുകളൊന്നും ഉണ്ടാക്കേണ്ടായിരുന്നു. തബീബു അസ്നാൻ. അസ്നാൻ എങ്ങനെ വന്നു? അസ്നാന്റെ ഏകവചനം എന്താ? സിന്ന്. അസിന്നു ബിസിന്ന്. അപ്പൊ സിന്ന് പല്ല്, അതിന്റെ ബഹുവചനം അസ്നാൻ. മുസ്തഫ്തിയൻ എന്താ? മുസ്തഫ്തിയൻ ഫത്വ ചോദിച്ചുകൊണ്ട്, വിധി ചോദിച്ചുകൊണ്ട്. ഇസ്തഫ്ത ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇസ്തഫ്ത. യസ്തഫ്തൂനക ഫിന്നിസാഇ. അന്നിസാഇൽ പഠിച്ചവരുണ്ടാവും. യസ്തഫ്തൂനക ഫിന്നിസാഇ. ഫത്വ ചോദിക്കുന്നു, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഫത്വ ചോദിക്കുന്നു. അപ്പൊ മുസ്തഫ്തിയൻ ഫത്വ ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിധി ചോദിച്ചുകൊണ്ട് ഒരു തബീബു അസ്നാനിന് വന്നു. അപ്പൊ മുസ്തഫ്തിയൻ എന്ന ഹാൽ ഉപയോഗിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? തബീബ് നക്കിറയാണ്, പക്ഷെ അത് ഇളാഫത്ത് ചെയ്തിട്ടുണ്ട്. ഇളാഫത്ത് ചെയ്താലും നക്കിറ അല്ലാതെ മാറുമെന്നാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ നോക്കുമ്പോ തബീബ് നക്കിറയാണ്. അപ്പൊ അതുകൊണ്ട് ഹാല് വരാൻ പറ്റുമോ? ഹാല് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാം. പക്ഷെ തബീബിനെ ഇളാഫത്ത് ചെയ്തപ്പോ തബീബ് എന്തായി? നക്കിറ അല്ലാതായി മാറി. അപ്പോ
അഹദ് ഉമൂരിൻ അർബ, 4 കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? വുജൂദ് മുസവ്വിറൻ, അതിനെ ന്യായീകരിക്കേണ്ട, വ്യക്തയാകാൻ കാരണമാകുന്ന അല്ലെങ്കിൽ അനുവാദമുള്ള 4 ന്യായീകരണങ്ങളാണ് പറയുന്നത്. 1, ഹാല് മുമ്പേ വരിക, തഖദ്ദമ ഹാല് മുമ്പേ വരിക. 2, വിശേഷണം കൊണ്ടോ അല്ലെങ്കിൽ ഇളാഫത്ത് കൊണ്ടോ അതിന്റെ കാര്യം, കൂടുതൽ കാര്യങ്ങൾ പറയുക. 3-മത്തേത് ഓർഡർ ഫോമോ അതേപോലെ നെഗറ്റീവ് ആസ്പെക്റ്റോ വരിക, പ്രൊഹിബിഷൻ ഫോമോ അല്ലെങ്കിൽ നെഗറ്റീവ് ആസ്പെക്റ്റോ വരിക. നഫിയുൻ ഔ നഹിയുൻ. നഫി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആസ്പെക്ട്, നഹി എന്ന് പറഞ്ഞാൽ പ്രൊഹിബിഷൻ ഫോം, ഓർഡറിന്റെ വിരോധക്രിയ. ഔ ഇസ്തിഫ്ഹാമുൻ, അല്ലെങ്കിൽ എന്ത് ചോദ്യം വരിക. നഹ്വ് മാ ജാ അൽ യൗമ അഹദുൻ. അപ്പൊ മാ ജാ അൽ യൗമ, ഇന്ന് വന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ സെന്റൻസില്? മാ ജാ അൽ യൗമ അഹദുൻ എന്നതാണ് സാഹിബുൽ ഹാൽ. ഇവിടെ അഹദുൻ, ഒരാളും വന്നില്ല. അപ്പൊ അഹദുൻ എന്നത് എന്താണ്? നക്കിറയാണ്. മുതഅഖിറൻ എന്നത് അതിന്റെ ഹാലാണ്. മുതഅഖിറൻ, വൈകിയവനായ നിലയിൽ. ഇന്ന് ആരും വൈകി വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ മുമ്പേ മാ ജാ എന്ന നഫി വന്നതുകൊണ്ട്, അപ്പൊ ഇവിടെ മാ ജാ എന്നതാണ്? നഹി അല്ല, നഫിയാണ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, നെഗറ്റീവ് നരേഷൻ ആണ്. മാ ജാ അൽ യൗമ അഹദ്. അപ്പൊ നെഗറ്റീവ് വന്നത് കൊണ്ട് അവിടെ എന്ത് ചെയ്യാം? അഹദിനെ ഹാല് പറയാം, മുതഅഖിറൻ എന്ന ഹാൽ ഉപയോഗിക്കാം. ലാ യദ്ഖുൽ അഹദുൻ ഖാഅത്തൽ ഇംതിഹാനി ഹാമിലൻ ഹഖീബതഹു. ലാ യദ്ഖുൽ, പ്രവേശിക്കാതിരിക്കട്ടെ, അഹദുൻ, ഒരാളും. അതെന്താണ്? നഹിയാണ്, നഹി ഗായിബാണ്. ലാ യദ്ഖുൽ, പ്രവേശിക്കാതിരിക്കട്ടെ, അഹദുൻ, ഒരാളും തന്നെ പ്രവേശിച്ചു പോകരുത്. ഖാഅത്തൽ ഇംതിഹാനി, പരീക്ഷയുടെ ഹാൾ, എക്സാമിനേഷൻ ഹാള്. ഹാമിലൻ, വഹിച്ചുകൊണ്ട്. ഹഖീബത്തഹു, ബാഗും കൊണ്ട്, തന്റെ ബാഗുമായി ആരും എക്സാമിനേഷൻ ഹാളിൽ പ്രവേശിക്കരുതെന്നാണ് പറയുന്നത്. അപ്പൊ ലാ യദ്ഖുൽ എന്ന പ്രൊഹിബിഷൻ ഫോം, വിരോധക്രിയാരൂപം അവിടെ വന്നത് കൊണ്ട് അഹദുൻ എന്ന നെക്കിറിയെ ഹാലായിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പൊ അഹദിന്റെ ഹാലാണ് ഹാമിലൻ, വഹിക്കുന്നവനായ നിലയിൽ. ഹഖീബത്തഹുദിന്റെ പേര്. ജാഅൽ യൗമ അഹദുൻ, അജാഅൽ യൗമ അഹദുൻ മുതഅഖിറൻ. അപ്പൊ എന്താണ്? 3-മത്തെ കാര്യം പറഞ്ഞു. യസ്ബിഖഹു നഫിയുൻ ഔ നഹിയുൻ ഔ ഇസ്തിഫ്ഹാമുൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇസ്തിഫ്ഹാം എന്താണ്? അജാഅൽ യൗമ അഹദുൻ, ആരെങ്കിലും വന്നോ? മുതഅഖിറൻ. അപ്പൊ അഹദുൻ എന്നത് നക്കിറയാണ്. നക്കിറ അവിടെ ഉപയോഗിക്കാൻ പറ്റിയത്, നക്കിറയ്ക്ക് ഇത് ഹാല് പറയാൻ പറ്റിയത് എന്തുകൊണ്ട്? ഇസ്തിഫ്ഹാം വന്നതുകൊണ്ടാണ്, മുമ്പേ വന്നത്. ഇസ്തിഫ്ഹാം മുമ്പേ വന്നത്. യസ്ബിഖഹു എന്നാണ്, അതിന് മുന്നേ വരിക. സബഖ, മുൻകടന്നു. മുതഅഖിറൻ. അപ്പോ അജാഅൽ യൗമ അഹദുൻ മുതഅഖിറൻ, ആരെങ്കിലും ഇന്ന് വൈകി വന്നിട്ടുണ്ടോ എന്ന് മുതഅഖിറൻ ഹാൽ ഉപയോഗിക്കാൻ പറ്റി. അറാബിയ, 4-മത്തെ കാരണം, ന്യായീകരണം. അൻ തകൂനൽ ഹാലു ബഅദഹു, അതിന് ശേഷം വരുന്ന ഹാല് എന്താവുക? ജുംലതൻ മഖ്റൂനതൻ ബിവാവിൻ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ വാവ് വന്നത്. അപ്പൊ അതേപോലെ വാവുൽ ഹാലുമായി ചേർന്ന് വരിക. മഖ്റൂനത്ത് എന്ന് പറഞ്ഞാല്, മഖ്റൂനത്ത് ഖുർആൻ പഠിച്ച ഏതെങ്കിലും വാക്കുണ്ടോ? ഖാല ഖരീനുഹു, അതേപോലെ ഖരീൻ വേറെയും വന്നിട്ടുണ്ട്. ഖരീൻ എന്താ? സമീപസ്ഥമായത്, അടുത്തുള്ളവൻ.
അപ്പോ അൻ തക്കൂനൽ ഹാലു ബഅദഹു അതിന് ശേഷമുള്ള ജുംലത്തൻ ജുംല ആയിരിക്കുക. അതിനുശേഷമുള്ള ഹാൽ എന്താവുക? തക്കൂനൽ ഹാലു ഹാലാകണം. ബഅദഹു അതിന് ശേഷം വരുന്ന ഹാലാകണം. ജുംലത്തനാകണം. മക്റൂനത്തൻ ബിൽ വാവി വാവോട് ചേർന്ന ഹാലാകണം. നഹ്വ് أو كالذي مر على قرية وهي خاوية على عروشها. إيه سورة لا؟ بقرة. بقرة. بقرة إيه؟ ألم تر إلى الذي حاج إبراهيم رجل بربه أن آتاه الله الملك إذ قال أو كالذي مر على قرية وهي خاوية على عروشها. അപ്പൊ നടന്നു വരുത്തിനെ പോലെ ഔക്കല്ലദീ മർറ അലാ ഖറിയത്തിൻ അലാ ഖറിയത്തിൻ ഒരു പട്ടണത്തിലൂടെ ഒരു ഗ്രാമത്തിലൂടെ നടന്നവനെ പോലെ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ. അതെന്താണ് ഖാവിയത്ത് എന്ന് പറഞ്ഞാല്? ഒന്നുമില്ലാത്തത്. എംറ്റി. ഖാവിയ ഉണ്ടായിരുന്നില്ല ഖാവിയ. ഖാവിയ എന്താ എഴുതിയിരിക്കുന്നത്? ഹവ. ഹവ ഹവ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ബി എംറ്റി. ഹവ യഹ്വിയാണ്. ടു ബി എംറ്റി. അത് ഖാവിയത്തിൻ അല നമ്മുടെ മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് തർജ്ജമയിലേക്ക് കീഴ്മേൽ മറിച്ചപ്പെട്ടത്. അർഷ് എന്താ? മേൽത്തട്ട്. അർഷിന് രണ്ടർത്ഥമുണ്ട്. സുമ്മസ്തവ അലൽ അർഷ് എന്ന് പറഞ്ഞില്ലേ? സുമ്മസ്തവ അലൽ അർഷ് എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അപ്പൊ അർഷ് എന്താണ്? സിംഹാസനം. ഇവിടെ എന്താണ്? മേൽത്തട്ട്. മേൽത്തട്ട് എന്ന അർത്ഥത്തിലും സഖഫ് മേൽത്തട്ട് എന്ന അർത്ഥത്തിലും അർഷ് ഉപയോഗിക്കും. അതിന്റെ ബഹുവചനമാണ് ഉറൂഷ്. ഖാബിയത്തുൻ അലാ ഉറൂഷിഹ എന്ന് പറഞ്ഞാൽ അതിന്റെ മേൽത്തട്ടോടെ മറിക്കപ്പെട്ട നിലയിൽ, മറിച്ച് എംറ്റിയാക്കപ്പെട്ടതായ, പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ട നിലയിലുള്ള എന്നർത്ഥം. ഖാബിയത്തുൻ അലാ ഉറൂഷിഹ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ട എന്നർത്ഥം. അങ്ങനെയുള്ള പട്ടണത്തിന്റെ അടുക്കലൂടെ നടന്നു പോയവനെ പോലെ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ നമ്മളെ സബ്ജക്റ്റ്? 85 അപ്പൊ ഔ കല്ലദീ മർറ അലാ ഖറിയത്തിൻ എന്ന് പറഞ്ഞു. പട്ടണ ഗ്രാമത്തിലൂടെ നടന്നു പോയവനെ പോലെ എന്ന് പറഞ്ഞു. എന്നിട്ട് അലാ ഖറിയത്തിൻ, ഖറിയത്തിന്റെ ഹാലാണ് പറയുന്നത്. വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ. ഇപ്പൊ വാവൽ ഹാല് ചേർന്നിട്ടാണ് അതിന്റെ ഹാല് പറയുന്നത്. ഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ. അതെന്താണ്? അത് കീഴ്മേൽ മറിക്കപ്പെട്ടതായ നിലയിൽ ഉള്ളതായിരുന്നു. അപ്പൊ അവിടെ ഇരിക്കട്ടെ. ഇങ്ങനെയുണ്ട് സംഗതികളൊക്കെ. ഇന്നെന്താ സമയത്തെ ഓർമ്മിപ്പിക്കാഞ്ഞത്? കണ്ണൂർ കണ്ണൂരുണ്ടല്ലോ. അതോ ഓൺ ചെയ്തിട്ട് പോയോ? ഓക്കെ, കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നുണ്ടല്ലോ പറയുന്നത് അല്ലേ? പറയുന്നത് ഗ്രഹിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും കേൾക്കണം,
എന്നിട്ട് ഇതേപോലെ നമ്മൾ വായിച്ചു നോക്കണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഖുർആനിൽ വരുന്നുണ്ടോ? അപ്പൊ അതിന്റെ ഹാല്, സാഹിബുൽ ഹാല് ഏതൊക്കെ നമുക്ക് മനസ്സിലാകുമ്പോഴത്തേക്ക് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ ആദ്യം പഠിച്ചത് പദാനുപദാർത്ഥം, നമ്മളെ മുമ്പ് വായിക്കുന്നത് തഫ്സീർ വായിക്കുമ്പോൾ നമ്മൾ അതിന്റെയൊക്കെ ഊഹം കിട്ടും, സ്റ്റോറിയൊക്കെ കിട്ടും, കണ്ടന്റ് സമ്മറിയൊക്കെ കിട്ടും. ഖുർആൻ കേൾക്കുമ്പോൾ പരിഭാഷ വെച്ച് കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ ഭാഗം കേൾക്കുമ്പോൾ അതിന്റെ സമ്മറിയൊക്കെ മനസ്സിലാവും. പിന്നീട് നമ്മൾ വാക്കർത്ഥം പഠിച്ചു, അതിന്റെ സർഫ് പഠിച്ചു. പിന്നീട് അങ്ങനെ ഓരോന്നോരോന്നും പഠിക്കും തോറും അതുമായി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ആ രീതിയിൽ ഖുർആൻ വായിക്കണം. ആ രീതിയിൽ ഖുർആനിൽ നിന്നും ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓരോന്നിന്റെയും അവസ്ഥ എന്താണ്, അവിടെ ഹാലാണോ, സാഹിബുൽ ഹാൽ ഏതാണ്, അപ്പൊ അവിടെ നെക്കറയാണോ മാരികയാണോ, എന്തുകൊണ്ട് നെക്കറ ഒന്നും, എന്തുകൊണ്ട് മാരിക ഒന്നില്ല എന്നൊക്കെ. അപ്പൊ മാരിക വന്നപ്പോ എന്തൊക്കെ അവസ്ഥയായി, ന്യായീകരണം വന്നോ വന്നില്ലേ നോക്കി വായിച്ചാൽ അതിൻ്റെതായ രീതിയിൽ ഖുർആൻ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷ നന്നായി പഠിക്കാനും ഗ്രഹിക്കാനും അതേപോലെ അതിന്റെ ചൈതന്യത്തോടുകൂടി, ഭാഷാ ചൈതന്യത്തോടുകൂടി, ഭാഷാശാസ്ത്രപ്രകാരം ഖുർആൻ വായിച്ച് ഗ്രഹിക്കാനും, അങ്ങനെ ഈ സന്ദേശം എന്ന് പറഞ്ഞാൽ ഖുർആൻ മനസ്സിലാക്കണം, അറബി തന്നെ മനസ്സിലാക്കിയാലുള്ള പ്രത്യേകത ഇതാണ്. എന്നൊക്കെയുള്ള സന്ദേശം നമ്മിലും നമ്മുടെ തലമുറയിലും അടുത്ത് വരാൻ പോകുന്ന ജനറേഷനിലൊക്കെ കൈമാറണം. അങ്ങനെ അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള നമുക്ക് പ്രവർത്തിക്കും. അതുകട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته.